ശ്രീ വി ആർ അനൂപ്, ഇവിടെ CPM-ന് വലിയ പരാജയം സംഭവിച്ചു, എല്ലാവർക്കും അറിയാം. ആ പരാജയം അവർ നോക്കുന്നു. അതിനൊരു തിരുത്തൽ സംവിധാനമുണ്ട്. താഴെത്തട്ടിൽ നിന്നും 40,000-ഓളം ഘടകങ്ങളിൽ ചർച്ച ചെയ്ത് സെക്രട്ടേറിയറ്റ് ആ വിമർശനങ്ങൾ ക്രോഡീകരിച്ച് സംസ്ഥാന സമിതി 2 ദിവസം ആ റിപ്പോർട്ട് ചർച്ച ചെയ്ത് എം വി ഗോവിന്ദൻ കാര്യങ്ങൾ തുറന്നു പറയുകയാണ്. കേരളത്തിന്റെ സോഷ്യൽ ഫാബ്രിക്കിന് CPM-ന്റെ കരുത്ത് ചോർന്നുകൂടാ എന്ന് താങ്കൾക്ക് സംശയം ഉണ്ടാവില്ലല്ലോ. സ്വാഗതം ചെയ്യുന്നുണ്ടോ CPM-ന്റെ തിരുത്തൽ നടപടികൾ? എന്താണ് ഒരു ശക്തിയുള്ള, ഒരു കരുത്തുള്ള പ്രതിപക്ഷമായി മാറുന്നതിൽ ശ്രീ അനൂപ്? ഹാഷ്മി, ഇവിടെ ഗോവിന്ദ മാഷ് പറയുന്നത് എന്താ? അദ്ദേഹം പറയുന്നത് വെള്ളാപ്പള്ളിയെ ഞങ്ങൾ സഹായിച്ചു എന്ന തരത്തിൽ ഒരു ധാരണ, ഒരു തെറ്റിദ്ധാരണ ജനങ്ങൾക്കിടയിൽ ഉണ്ടായി എന്ന. ജനങ്ങളുടെ ധാരണ ശരിയാണെന്നേ, ജനങ്ങൾക്കൊരു തെറ്റിദ്ധാരണ ഉണ്ടായിട്ടില്ല. ഈ പറയുന്ന കാര്യത്തിൽ ഗോവിന്ദ മാഷ് സംബന്ധിച്ച്, അദ്ദേഹത്തിൻ്റെ പാർട്ടിയെ സംബന്ധിച്ച് ആത്മാർത്ഥതയുണ്ടെങ്കിൽ സമസ്താപരാധം പറയണം ജനങ്ങളുടെ മുന്നിൽ. ഇവിടെ ജനങ്ങളുടെ തെറ്റിദ്ധാരണയല്ലല്ലോ യഥാർത്ഥത്തിൽ എന്താ സംഭവിച്ചത്. ഈ പറയുന്ന വിദ്വേഷ പ്രസ്താവന നടത്തിയ വെള്ളാപ്പള്ളി നടേശൻ്റെ നാവ് സരസ്വതി കടാക്ഷമുള്ള നാവാണെന്ന് പറഞ്ഞത് ആരാ? കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാ. മന്ത്രിമാർ ഉൾപ്പെടെയുള്ള ആളുകളുള്ള ഒരു യോഗത്തിലത് പറഞ്ഞത്. വെള്ളാപ്പള്ളിക്ക് ഇത് പറയാനുള്ള ആത്മവിശ്വാസം പിന്നെയും പിന്നെയും കൊടുത്തത് ഇത്തരം പ്രതികരണങ്ങളാ. അപ്പോൾ ഗോവിന്ദ മാഷ് പറയേണ്ടത് ഞങ്ങളെടുത്ത നിലപാട് തെറ്റായിരുന്നു, ഞങ്ങളിതാ മാപ്പ് പറയുന്നു എന്ന് പറയണം. അല്ലാതെ ജനങ്ങൾക്ക് തെറ്റുപറ്റി, ജനങ്ങൾ ഞങ്ങളെ തെറ്റാധരിച്ചു എന്നല്ല. തെറ്റുപറ്റിയത് ജനങ്ങൾക്കല്ലെന്നേ, തെറ്റുപറ്റിയത് CPM-നാ. ഇതുപോലെ തുടർച്ചയായി വിദ്വേഷ പരാമർശങ്ങൾ നടത്തിയ ഒരു വ്യക്തിയെ അദ്ദേഹത്തിന് മാന്യത കൊടുക്കുന്ന തരത്തിൽ, അദ്ദേഹത്തിന് ആത്മവിശ്വാസം കൊടുക്കുന്ന തരത്തിൽ ആരാ പെരുമാറിയത്? CPM-ആ. ആദ്യം ഇത്തരം പ്രസ്താവന നടത്തിയപ്പോൾ CPM-ന്റെ ഭാഗത്തു നിന്നുള്ള പ്രതികരണം ഹാഷ്മിക്ക് ഓർമ്മയില്ലേ? അവരെന്താ പറഞ്ഞത്? ഇത് മുസ്ലിം ലീഗിനെതിരാണ്, മുസ്ലിം ജനവിഭാഗത്തിനെതിരല്ല. കാന്തപുരം അല്ല ശ്രീ അനൂപ്, താഴെത്തട്ടിൽ പ്രവർത്തകർ അത് തിരുത്തുന്നു. അത് പറഞ്ഞാൽ പോരാ, വർഗീയതയോട് അഴവഴമ്പൻ നിലപാട് സ്വീകരിച്ചാൽ പോരാ, വെള്ളാപ്പള്ളിയെ ശക്തമായ ഭാഷയിൽ തള്ളിപ്പറയണം എന്ന പാർട്ടി വികാരത്തിന് സത്ത ഉൾക്കൊണ്ടല്ലേ എം വി ഗോവിന്ദൻ സംസാരിക്കുന്നത്. അതിനെ അംഗീകരിക്കണ്ടേ ശ്രീ അനൂപ്? ശരി, പോയ കാലത്ത് പിഴവ് പറ്റി എന്ന് കരുതി എല്ലാ കാലവും പിഴക്കണം എന്നാഗ്രഹിക്കാവോ? അല്ല, അങ്ങ് എന്താ പറഞ്ഞത്? ഒരിക്കലും അല്ല ഹാഷ്മി. അദ്ദേഹം എന്താ പറഞ്ഞത്? അങ്ങ് കേട്ടതല്ലേ പത്രസമ്മേളനം? അദ്ദേഹം പറഞ്ഞെന്താ? ഞങ്ങൾ വെള്ളാപ്പള്ളിയെ സഹായിച്ചു എന്നുള്ളൊരു ധാരണ ജനങ്ങൾക്കുണ്ടായിരുന്ന ധാരണയല്ലല്ലോ, അതല്ലേ യാഥാർത്ഥ്യം. ജനങ്ങൾ CPM-ന് തെറ്റായി ധരിച്ചതല്ല, ജനങ്ങളുടെ ധാരണ ശരിയാ. CPM എടുത്ത സമീപനം തെറ്റായി പോയി എന്ന് പറയാനുള്ള സത്യസന്ധതയാണ് ഗോവിന്ദ മാഷക്ക് വേണ്ടത്. CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി പറയേണ്ടത് എന്താ? ഞങ്ങളെ സംബന്ധിച്ച് അത്തരമൊരു സാഹചര്യത്തിൽ വെള്ളാപ്പള്ളി നടേശൻ വർഗീയ വിദ്വേഷ പരാമർശങ്ങൾ നടത്തുമ്പോൾ ഞങ്ങളുടെ മുഖ്യമന്ത്രി, ഞങ്ങളുടെ പാർട്ടിയുടെ മുന്നണിയുടെ നേതാവ് പിണറായി വിജയൻ സരസ്വതി കടാക്ഷമുള്ള നാവിൻ്റെ ഉടമ എന്ന് അത്തരത്തിലൊരു പ്രസ്താവന പറയാൻ പാടില്ല എന്ന് പറയാൻ ഗോവിന്ദ മാസ്റ്റർക്ക് കഴിയുമോ? കഴിയില്ല. ഇവിടെ ജനങ്ങൾക്കല്ല തെറ്റായ ധാരണ ഉണ്ടായിരുന്നത്, CPM-ന്റെ ജനങ്ങളെക്കുറിച്ചുള്ള ധാരണ തെറ്റായിരുന്നു. അത് തിരുത്താൻ, അതിൽ തെറ്റുപറ്റിയെന്ന് CPM വളച്ചുകെട്ടലുകളില്ലാതെ പറയാൻ തയ്യാറാവണം. അല്ലാതെയുള്ള ഒരു കാര്യവും അല്ല. വെള്ളാപ്പള്ളിയുടെ കാര്യം മാത്രമല്ല, ജനങ്ങളെ സംബന്ധിച്ച് സ്വീകാര്യമല്ല. അല്ല, വെള്ളാപ്പള്ളിയുടെ കാര്യം മാത്രമല്ല, A പത്മകുമാറിനെതിരെ നടപടി സ്വീകരിച്ചു എന്ന് പറഞ്ഞാൽ അദ്ദേഹം ജയിലിൽ നിന്ന് ഇറങ്ങിയതിനു ശേഷം ഈ പറയുന്ന രീതി എല്ലാ നടപടിയിൽ നിന്ന് മാറ്റി നിർത്തി. പക്ഷേ ആ സമയത്ത് നടപടി ഉണ്ടാവാത്തതിൽ വിമർശനം ഉണ്ടായി എന്നാണ് പറയുന്നത്. അത് തിരുത്താൻ തയ്യാർ എന്ന മനോഭാവമല്ലേ? തളിപ്പറമ്പിലും പയ്യന്നൂരും സ്ഥാനാർത്ഥി എണ്ണത്തിൽ പാളിച്ചുണ്ടായി എന്ന് സമ്മതിക്കുകയാണ്. അതിനപ്പുറം ഒരു എത്രയായാലും എല്ലാ താങ്കളുടെ രാഷ്ട്രീയ പാർട്ടിയുടെ എല്ലാ പാർട്ടികൾക്കും ഒരു ഈഗോ ഉണ്ടാവുമല്ലോ. വ്യക്തികളെ പോലെ ഈഗോ ഒരു പാർട്ടിക്ക് ഉണ്ടാവും. അതിലപ്പുറം എങ്ങനെയാണെന്ന് സമസ്താപരാധം തുറന്നു പറയുക ഒരു പാർട്ടി? അങ്ങനെ അല്ല ഹാഷ്മി, ആ ഈഗോ വെച്ചിരുന്നാൽ ഇതുപോലെ ആവർത്തിക്കും, അത്രേ ഞങ്ങൾക്ക് പറയാനുള്ളൂ. ഇവിടെ തിരുത്താൻ തയ്യാറാവണം. ഞങ്ങളായാലും അവരായാലും അത്തരം കാര്യങ്ങളിലായാലും തിരുത്താൻ തയ്യാറാവണമെന്നേ. അല്ലാതെ ജനങ്ങൾക്ക് ഞങ്ങളെ സംബന്ധിച്ച് തെറ്റിദ്ധാരണ ഉണ്ടായതല്ല, ജനങ്ങളുടെ ധാരണ ശരിയാണ്. CPM-ന്റെ ജനങ്ങളെ കുറിച്ചുള്ള ധാരണയാണ് തെറ്റ്. അതാണ് അതിൻ്റെ പ്രശ്നം. ഇവിടെ ഗോവിന്ദ മാഷ് പറയുന്നത് എന്താ? ഞങ്ങൾ വെള്ളാപ്പള്ളി നടേശനെ സഹായിച്ചു എന്നർത്ഥത്തിൽ ജനങ്ങൾക്ക് ധാരണയുണ്ടായിരുന്ന. ജനങ്ങൾക്കൊരു ധാരണ ഉണ്ടായിട്ടില്ല, ജനങ്ങൾക്ക് ശരിയായ ധാരണയാണ് ഉണ്ടായത്. പക്ഷെ CPM എന്താ വിചാരിച്ചത്? ഞങ്ങൾ എന്ത് ചെയ്താലും ജനങ്ങൾ അതൊക്കെ സഹിക്കും, ജനങ്ങൾ അതൊക്കെ പൊറുക്കുമെന്ന് വിചാരിച്ച ആളുകളാ. പക്ഷെ ജനങ്ങൾ അവർക്ക് കിട്ടിയ ആദ്യ അവസരത്തിൽ അതിന് മറുപടി കൊടുത്തു. അപ്പൊ CPM-ന് ജനങ്ങളെ കുറിച്ചുള്ള ധാരണയാണ് തിരുത്തേണ്ടത്, അല്ലാതെ ജനങ്ങൾക്ക് CPM-നെ കുറിച്ചുള്ള തെറ്റിദ്ധാരണയല്ല തിരുത്തേണ്ടത്. അതാണ് അതിന്റെ വസ്തുത.
ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.